Hi dears, welcome back. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ കപ്പ വെച്ചിട്ടുണ്ടാക്കി എടുക്കാൻ പറ്റിയ രണ്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെയാണ്. അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായാലും വൈകുന്നേരം ചായയുടെ കൂടെ 4 മണി പലഹാരമായിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം തന്നെയാണ്. ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എങ്ങനെയാണ് ഇവ തയ്യാറാക്കിയിട്ടുള്ളത് നോക്കാം. അതിനു മുന്നേയായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ പുട്ടും കട്ടിപ്പത്തിരിയാണ് കപ്പ വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കപ്പ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ കനം കുറഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. സ്ലൈസർ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താലും മതിയാവും. അപ്പോൾ എല്ലാതും ഇതുപോലെ കനം കുറഞ്ഞ് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ കപ്പ ചിപ്സ് റെഡിയാക്കി എടുക്കാം. ഇത് നേരെ നല്ല ചൂടായിട്ടുള്ള ഓയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ട് എണ്ണയിൽ നിന്ന് മാറ്റിയിട്ട് ആ ഒരു ചൂടോട് കൂടി തന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കപ്പ ചിപ്സ് റെഡി. ഇനി ഉണ്ടാക്കുന്നത് ഇതല്ല, ഇതൊന്ന് നമ്മൾ നേരത്തെ അരിഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കപ്പകൾ ഒന്ന് ഉണക്കിയെടുക്കുന്നുണ്ട്. നല്ല വെയിലുള്ള സമയത്ത് വെയിലത്തിട്ടിട്ടൊന്ന് ഉണക്കിയെടുക്കാം. മുകളിൽ ഇതുപോലെ നെറ്റ് വെക്കുകയാണെങ്കിൽ കാക്കയൊന്നും കൊത്തിക്കൊണ്ടുവന്ന പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ നന്നായിട്ട് കനം കുറഞ്ഞ് സ്ലൈസർ വെച്ചിട്ടൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്യും. പിന്നെ ഉണങ്ങിയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് പൂത്തു പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ വെയിലുള്ള സമയത്ത് തന്നെ ഇത് ഉണക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ കപ്പ നന്നായിട്ട് ഉണങ്ങി കിട്ടിയാൽ ഇനി മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു പൊടി വെച്ചിട്ടാണ് പുട്ടും അതുപോലെ തന്നെ കട്ടിപ്പത്തിരിയും ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പൊടി വെച്ചിട്ട് ആദ്യം തന്നെ പുട്ട് എങ്ങനെ തയ്യാറാക്കുന്നേ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളെടുത്ത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഈ ഒരു കപ്പയുടെ പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ഉപ്പുവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ പുട്ടിനൊക്കെ കുഴച്ചെടുക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഉപ്പുവെള്ളത്തിന് പകരമായിട്ട് ആദ്യം ഈ ഒരു പൊടിയിലേക്ക് പാകത്തിന് ഒരു നുള്ളു ഉപ്പിട്ടതിന് ശേഷം സാധാരണ പച്ചവെള്ളത്തിലൊന്ന് മിക്സാക്കി എടുത്താലും മതിയാവും. നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന ആ ഒരു പരുവത്തിൽ തന്നെയാണ് ഇതും വേണ്ടത്. അപ്പോൾ ഇതുപോലെ മിക്സാക്കി എടുത്ത സമയത്ത് ഇതിൽ കുറച്ച് കട്ടയായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചാൽ നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടുപൊടി റെഡിയാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതിയാവും. അതുപോലെ തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഒരുപാട് കുത്തി നിറച്ച് ഇട്ട് കൊടുക്കുകയും ചെയ്യരുത്. മിക്സിയുടെ ജാറിൻ്റെ ഒരു കാൽഭാഗമൊക്കെ ഇട്ടിട്ട് വേണം ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഒന്ന് അടിച്ചാൽ മതിയാവും, ഒരുപാട് ടൈം അടിച്ചെടുക്കുകയും ചെയ്യരുത്. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇത് കട്ടയായിട്ട് പോവും, ഇതുപോലെ റെഡിയായിട്ട് കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി മിക്സിയുടെ ജാറിലിട്ടണം നിർബന്ധമൊന്നുമില്ല, നമ്മൾ സാധാരണ കൈ വെച്ചിട്ട് റെഡിയാക്കി എടുക്കുന്ന പോലെ ചെയ്തെടുത്താലും മതിയാവും. പിന്നെ ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് ഉരുട്ടാൻ പറ്റണം. അതുപോലെ തന്നെ ഉരുട്ടിയത് ഇതുപോലെ പൊടിച്ചെടുക്കാനും പറ്റണം. അപ്പോഴാണ് കറക്റ്റ് പിന്നെ പുട്ടുപൊടിയുടെ പാകം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാതും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പുട്ട് ചുട്ട് തുടങ്ങാം. അപ്പോൾ പുട്ടുകുറ്റിയിൽ ആദ്യം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിലേക്കായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിൽ കുറച്ച് തേങ്ങയും കൂടെ ചേർത്തിട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കാം. ഞാനിപ്പോൾ പുട്ട് രണ്ട് രീതിയിലും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇതുപോലെ ചിരട്ടപ്പുട്ട് പോലെയും അതുപോലെ തന്നെ നീളത്തിൽ നമ്മൾ സാധാരണ പുട്ടുകുറ്റിയിലും റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിന് മുകളിലാണ് ആവി കയറ്റാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത്. അപ്പം പുറത്തേക്ക് നന്നായിട്ട് ആവി വന്നാൽ പുട്ട് വെന്തിട്ടുണ്ടാവും. ഇനി ഇതിൽ നിന്ന് മാറ്റിയിട്ട് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ ഒരു പുട്ട് ചൂടോടുകൂടി കഴിക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്, നല്ല ടേസ്റ്റാണ്. പിന്നെ വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ ആണെങ്കിൽ ഇതിലേക്ക് എക്സ്ട്രാ കറി ചേർക്കണമെന്നൊന്നുമില്ല. അത്യാവശ്യം തേങ്ങ നന്നായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് തിന്നാനും നല്ല ടേസ്റ്റാണ്. ഇനി കുറച്ച് ഇതുപോലെ പുട്ടുകുറ്റിയിലും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പത്തിരി എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളെടുത്ത് അതിലേക്ക് കുറച്ച് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള കപ്പപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മുടെ സാധാ പച്ചവെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ അത് കുഴച്ചെടുക്കുന്നത്. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പൂരിക്കൊക്കെ കുഴച്ചെടുക്കുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം. അപ്പോൾ ഏകദേശം ഒന്ന് കുഴഞ്ഞു വന്നാൽ ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചിരകിയതും കൂടെ ചേർത്തിട്ട് പത്തിരി ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ബോൾസാക്കി എടുക്കണം.
അപ്പോൾ ഏകദേശം ഒരു മീഡിയം സൈസിലുള്ള ബോൾസ് ആക്കിയിട്ടാണ് എടുക്കുന്നത്. അത്യാവശ്യം ചെറിയൊരു കട്ടിക്കാണ് പത്തിരി റെഡിയാക്കി എടുക്കുന്നത്. ഇനി ഇത് പരത്തിയെടുക്കുന്നത് വാഴയിലയിൽ വെച്ചിട്ടാണ്. അപ്പോൾ വാഴയിലയിൽ വെച്ചിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇനി കുറച്ച് എണ്ണയൊക്കെ തടവിയിട്ട് പ്രസ്സിൽ വെച്ചിട്ട് പരത്തിയെടുത്താലും മതിയാവും. പ്രസ്സിൽ വെച്ചിട്ടാകുമ്പോൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതിയാവും, അല്ലെങ്കിൽ പ്രസ്സിലൊക്കെ ഒന്ന് ഒട്ടിപ്പിടിക്കും. വാഴയിലാവുമ്പോൾ കറക്റ്റായിട്ട് ആ ഒരു രീതിയിൽ നാടൻ രീതിയിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാതും ഇതുപോലെ പരത്തിയെടുക്കാം. ഇനി ഇതൊന്ന് ചുട്ടെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഓരോ പത്തിരിയായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ താഴ്ഭാഗം ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് പുറത്തേക്ക് ഇങ്ങനെ ആവി വരുന്ന സമയത്ത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് അടുത്ത ഭാഗവും ഇതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് പൊള്ളിച്ച് വരുന്ന സമയത്ത് മറിച്ചിട്ടിട്ട് മുകൾ ഭാഗം അതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് പൊള്ളിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ പത്തിരി റെഡി. അപ്പോൾ പുട്ടായാലും പത്തിരി ആയാലും നല്ല ടേസ്റ്റാണ്. കപ്പ വെച്ചിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ, കഴിക്കാനായിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. തീർച്ചയായിട്ടും പറ്റുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നാടൻ ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ. ബൈ. താങ്ക് യു.